മോളെ ദൈവം അടുത്ത ആഴ്ച നമ്മുടെ അമ്പലത്തിൽ ഉത്സവം. മോൾക്ക് എന്ത് അച്ഛൻ വാങ്ങിച്ചു തരണ്ടേ? ആ ശരി മോളെ, നമുക്കത് വാങ്ങിക്കാം അടുത്ത ആഴ്ച. ഇപ്പൊ 9 മാസം കഴിഞ്ഞില്ലേ? ഇപ്പൊ കുഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരാനുള്ള ഇതാ. നമുക്കൊന്ന് ഇപ്പൊ ആശുപത്രി പോകാൻ പറ്റുന്നു. ഞാൻ കാറ് വിളിച്ചിട്ട് വരട്ടെ. വാ ലക്ഷ്മി, കാറ് വന്ന്. ആഹാ, കുഞ്ഞുണ്ടായെന്ന് തോന്നുന്നല്ലോ. ലക്ഷ്മിയുടെ വീട്ടുകാരി? ഞാനും സിസ്റ്റർ. അമ്മേനെ കുഞ്ഞാണെങ്കിൽ പെണ്ണാണേ. കുഞ്ഞിനെ ഇങ്ങോട്ട് വന്നേക്ക്. നടന്നോ നടന്നോ. അമ്മയുടെ മോളെ നടക്കാറായി. ഇനി അമ്മയ്ക്ക് വേറെ ആരും വേണ്ട, എന്റെ മോളെ മാത്രം മതി. എന്താ എന്റെ മോളെ നടക്കാറായിട്ട് ഇനി എനിക്ക് ആരും വേണ്ട. ആ കൊച്ചു അവിടെ എങ്ങനെ ഇട്ടേക്കട്ടെ. തിന്നാൻ വല്ലതും കൊടുക്കാം, അല്ലെ പട്ടിണിയാണെങ്കിൽ ചത്തു. ഒരു വിധത്തിൽ ഞാനൊന്ന് ഇങ്ങോട്ട് വന്നത്. അമ്മേ എന്താ? അമ്മ എനിക്ക് വിശക്കുന്ന പയറുമീൻ എടുത്താ. പോയി വേണമെങ്കിൽ അങ്ങോട്ട് എടുക്ക്. ഞാൻ ഇപ്പൊ എന്റെ മോളെ എടുത്തേക്കല്ലേ. പോയി എടുക്കും കൊണ്ട് കണ്ടു നടക്കില്ലേ? എന്താ അമ്മ അമ്മ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണ്ടേ? വേണം പഠിത്ത് തിന്നു വെച്ചേ, അല്ലെങ്കിൽ അവിടെങ്കിലും കുത്തിയിരിക്കും. അമ്മയ്ക്ക് ഇതെന്താ പറ്റി? ഞാൻ തവള വേലക്കാരല്ലേ എടുത്തു കൊടുക്കാൻ. ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്തായാലും 8 വയസ്സായില്ലേ? അവൾക്ക് എന്തെടുത്ത് തിന്ന അങ്ങോട്ട്. പിന്നെ വേണം പോയി എടുക്കണം അങ്ങോട്ട്. എനിക്ക് എന്റെ മോളെ നോക്കാൻ മാത്രമേ ഉള്ള സമയം. എനിക്ക് ഇനി വേറെ ഒന്നിനും സമയമില്ല. ലക്ഷ്മി ലക്ഷ്മി. ഏട്ടാ, ഇന്നാണെങ്കിലേ മോളാണെങ്കിലേ കൊറേ ദൂരം ഇന്ന് നടന്ന്. ആഹാ, അച്ഛന്റെ മോള് നടന്നോ? ആഹാ, അച്ഛന് ചക്ക നടന്നോ? അച്ഛന് സുന്ദരി മോളെ, ഇന്ന ചോക്ലേറ്റ്. അച്ഛൻ ഈ ഒരു മോളേ ഉള്ളൂ. ആ കൊച്ചു അവിടെയും കിടക്കട്ടെ. ആർക്ക് വേണം അതിനൊക്കെ? ആ, ഇന്നാ മോളെ ചോക്ലേറ്റ്. പിന്നെ എന്റെ മോൾക്കല്ല, ഇതിന് ആർക്കാ വേറെ? എന്നാ പിടി. ചോക്ലേറ്റ് കിട്ടിയില്ലേ? എന്റെ മോളെ ഇവിടെ നിൽക്ക്. അമ്മയ്ക്കാണ് അടുക്കളയിട്ട് ജോലിയുണ്ടേ. അമ്മ എന്റെ മോളെ ആ കൊച്ചിങ്ങനെ ചോദിക്കണമെങ്കിൽ ചോക്ലേറ്റ് ഒരു തുള്ളി പോലും കൊടുത്തേക്കല്ലേ. ഇവർക്ക് എന്നെ കുറിച്ച് പറയുന്നേ? എനിക്കൊരു തുള്ളി പോലും തരാറുതന്നു. ഉയ്യോ, അവരിപ്പോ ഇങ്ങോട്ട് വരും. എല്ലാം ഞാനിത് ഒളിച്ചത് കേൾക്കണേ, എന്നെ തല്ലി തരും. അതുകൊണ്ട് ഒളിച്ചിരിക്കട്ടെ. അവൾ അത്ര എനിക്കുള്ള ചോക്ലേറ്റ് അവളും കൂടെ കൊണ്ടുനടക്കണം. അങ്ങനെ ഇപ്പോൾ അവളെ കൊണ്ടുനടക്കണ്ട. ചോക്ലേറ്റ് ഈ പന്ന കൊച്ച എന്റെ മോളെ തല്ലി താഴെ ഇട്ടത്. അയ്യോ മോളെ, എന്തെങ്കിലും പറ്റിയോ? തലയടിച്ചോ? ആശുപത്രി പോണോ? The next day. ആ കൊച്ചിന്നലെ എന്റെ മോളെ തള്ളി താഴെ
കാണും. ഇനി പനി വല്ലതും പിടിച്ചു. ഇനി മോളെ ഇന്നലെ ആ കുച്ചി തള്ളി താഴെട്ടപ്പോ മോളെ പേടിച്ചായിരുന്നോ? ഞാൻ കൊറേ പേടിച്ചു. ഭയങ്കര രീതി അങ്ങ് പേടിച്ചു പോയി. എന്ത് അമ്മേ? നീ ആണെങ്കിലേ ആ കാട്ടിൽ പോയിട്ടെ പനിക്കൂർക്ക വരച്ചോണ്ട് വാ. അയ്യോ അമ്മ, എനിക്ക് ആ കാട്ടിൽ പോവാൻ പേടിയാ. ഇത് വെച്ച് നീ ആരടി എന്റെ മോളെ ഇന്നലെ തല താഴെ ഇട്ടത്? മോളെ തല ഭയങ്കര ചൂടുണ്ട്. മരിയൊക്കെ പോയി പറിച്ചിട്ട് വന്നോണം. അവള് തള്ളിയിട്ടിട്ട് പനിയാക്കിയിട്ടൊന്നും അറിയാത്തവള് പോലെ ഇരിക്കുന്നു. മരിയൊക്കെ പോയി പറിച്ചിട്ട് അല്ല നിന്നെ വീട്ടിൽ കേട്ടില്ല. പുറത്തു പോയിരുന്നോ? ഞാൻ പോയി പറിച്ചോളാം. എനിക്കാണെങ്കിൽ ആ കാട്ടിൽ പോകാനും പേടിയൊന്ന്. നേരത്തേക്കാണ് എൻ്റെ കൂടെ എൻ്റെ ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ അമ്മയ്ക്കൊക്കെ പനി പിടിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോയി പറിച്ചിട്ട് വരുമെന്ന്. ഇപ്പൊ ഞാൻ തന്നെ വേണം. എനിക്ക് ഈ കാട് കണ്ടിട്ട് പേടി വരുന്നു. ഈ ഭാഗത്തുകൊണ്ടായിരുന്നല്ലോ പനിക്കൂർക്ക കണ്ടത്. ആരും വയ്യാതെ ഇവിടെ കിടക്കുന്നു. മോളെ, എനിക്കാണെങ്കിൽ അവിടെയായി നിൽക്കുന്ന എനിക്ക് നീല പൂവൊന്ന് പറിച്ചു തരാവോ? ഈ പൂവായിരിക്കും. ഈ പൂ തന്നെ. എന്നാ നിങ്ങൾ പറഞ്ഞ പൂവതല്ലേ? പൂവൊക്കെ തിന്നുന്നു. അയ്യോ, നിങ്ങൾ ആരും എന്നെ ഒന്നും ചെയ്യല്ലേ. പേടിക്കണ്ട മോളെ, നിന്നെ ഞാനൊന്നും ചെയ്യത്തില്ല. അല്ല, നിങ്ങൾ ആരാ? ഞാൻ ഹീരിയ ഗന്ധർവൻ. മോളെ, ഞാനാണെങ്കിൽ ഒരു ഗന്ധർവൻ. എന്റെ പേരാണെങ്കിൽ ഹീരിയ എന്നാ. പേടിക്കണ്ട മോളെ, നിന്നെ ഞാനൊന്നും ചെയ്യത്തില്ല. ഞാനിവിടെ തളർന്ന് കിടക്കുമായിരുന്നു, എൻ്റെ ശക്തിയെല്ലാം പോയിട്ട്. ആ പൂവ് ഞാൻ പറിച്ച് തിന്നാൻ വന്നപ്പോൾ തന്നെ എൻ്റെ ശക്തിയെല്ലാം തീർന്ന് ഞാനിവിടെ മയം കിടന്നേ. നീയാ മോളെ എന്നെ രക്ഷിച്ച. അതുകൊണ്ട് നിന്റെ കൂടെ എന്നും ഞാൻ കാണും. ഹീരേ ഗന്ധർവൻ എന്ന് മനസ്സിൽ 2 പ്രാവശ്യം നീ ആലോചിക്കുകയാണെങ്കിൽ നിന്റെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെടും. ഇല്ല മോളെ, നിനക്കല്ല എന്നെ വേറെ ആരും കാണാൻ പറ്റത്തില്ല. ഇവിടെ നിപ്പുണ്ടായ പനിക്കൂർക്ക ഉണങ്ങി കരിഞ്ഞു പോയി മോളെ. അതങ്ങനെ നിങ്ങൾക്കറിയാം? ഞാനൊരു ഗന്ധർവൻ, എനിക്ക് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യവും അറിയാം. മോളെ, നീ വിഷമിക്കണ്ട. ഞാൻ നിനക്ക് പനിക്കൂർക്കയല്ല തരാം, എത്ര വേണമെങ്കിലും. എന്നാ പിടിച്ചോ. വളരെ നന്ദിയുണ്ട് ഹീരേ ഗന്ധർവ. എനിക്ക് ഈ ലൈറ്റ് കണ്ടിട്ട് പേടി വരുന്നു. ഒന്ന് ഓഫ് ചെയ്യാവോ? ശരി, ഞാൻ ഓഫ് ചെയ്യാം. ഇത്ര നേരം ഇവിടെ ഉണ്ടായി, ലൈറ്റ് ഒക്കെ പോയല്ലോ. എന്നാ ഞാൻ പോവാണേ. പറഞ്ഞത് മറക്കല്ലേ മോളെ. 2 പ്രാവശ്യം നീ നിന്റെ മനസ്സിലാണെങ്കിൽ ഹീരേ ഗന്ധർവൻ എന്ന് മനസ്സിൽ ആലോചിക്കണം. അപ്പം തന്നെ നിന്റെ മുമ്പിൽ ഞാൻ എത്തും. നിനക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവുകയാണെങ്കിൽ നീ മനസ്സിൽ ആലോചിക്കാതെ തന്നെ ഞാൻ നിന്റെ മുമ്പിൽ എത്തി നിന്നെ രക്ഷിക്കും. ശരി, ഞാനെന്നാ പോവാണേ. ഞാൻ താമസിച്ചെന്നാൽ അമ്മ എന്നെ തല്ലും. ശരിയേ? ശരി. A few moments later. പണിക്കൂർക്കെല്ലാം പറിച്ചു വെച്ചേ? ഞാൻ പറിച്ചു. നീ അതുകൊണ്ട് അടുക്കള വെച്ചേ. ഇവരെന്തായാലും എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നു? എനിക്കത് മനസ്സിലാകത്തെ. എന്താ അമ്മേ? ഇത് വെച്ച് നീ ആണെങ്കിൽ കടപ്പോയിട്ട് 1 കിലോ പയറും പിന്നെ 1/2 കിലോ പഞ്ചസാര വാങ്ങിച്ചോണ്ട് വാ. അയ്യോ, എനിക്ക് പേടിയാ. രാത്രിയായ സമയം. മര്യാദക്ക് ഇപ്പൊ കടയിൽ പോയില്ലെങ്കിലേ ഞാൻ നിന്നെ പുറത്ത് കൊണ്ട് കിടത്തും പറഞ്ഞേക്കാം. മര്യാദക്ക് കടയിൽ പോയിട്ട് വന്ന് നിന്നെ അകത്ത് കിടക്കാൻ പറഞ്ഞേക്കാം. അല്ലെ നിന്നെ പുറത്ത് ഓടിക്കും ഞാൻ. പുറത്തോട്ട് പൈസ ടേബിളിൽ ഇരിപ്പുണ്ട്, അകത്ത് കിടക്കണമെങ്കിൽ വാങ്ങിച്ചിട്ട് വാ. ശരി, ഞാൻ വാങ്ങിച്ചോളാം. അല്ല ബോസ്, നമുക്കൊന്ന് തട്ടിക്കൊണ്ട് കഴിഞ്ഞിട്ട് ഒരു പിള്ളേരെ ഇവിടെ കാണുന്നില്ലല്ലോ ഈ വഴി കൂടെ. സാറിനെ ഈ വഴി കൂടെ 1-2 പിള്ളേരൊക്കെ പോയിട്ടുണ്ടല്ലോ. അവരെയൊക്കെ നമ്മൾ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പൊ സമയം 8-8:30 ആയി കാണുമല്ലോ. ഭയങ്കര ഇരുട്ടാണല്ലോ ഈ സമയത്ത്. രംഗാ, നീ തിരിഞ്ഞു നോക്കണേ. വേണ്ട, ഒരു പെണ്ണ് വരുന്നു. ആരെ പിടിച്ച് കാറേ കയറി വിടുന്നു. പെട്ടെന്ന് കാറി കയറി വെച്ചേ. അതൊന്നും പറഞ്ഞു നിൽക്കാൻ സമയമില്ല. പെട്ടെന്ന് കൊച്ചിനെ അകത്തോട്ട് കയറട്ടെ. എനിക്ക് അങ്ങനെ ഒരു കൊച്ചിനോട് കിട്ടി. ഇനി ഈ കൊച്ചിനെ കൊണ്ട് ഇനി കാറും കൊണ്ട് പോട്ടെ. ആരാടാ വണ്ടിയുടെ മുമ്പ് നിൽക്കുന്നത്? മാറാ. ആരാടാ നീ? വഴിന്ന് മാറാ. കാറ് വരുന്ന കണ്ടില്ലേ? എന്താണ് ചക്ക, നീ എവിടുന്ന് വന്നാടാ? എന്താണ് ചോദിച്ചിട്ടൊന്നും വേണ്ടാത്ത? വഴിന്ന് മാറല്ലേ, ഇടിച്ചിട്ടിട്ട് പോകും പറഞ്ഞേക്ക. ആദ്യം നിന്റെ കാറിന്റെ അകത്തിരിക്കുന്ന മോളെ ഇങ്ങോട്ട് ഇറക്കി വിടാം, എന്നിട്ട് പോയാ മതിയടാ. രംഗ, എന്താ ബോസ്? അവളെ ആളെയൊക്കെ ഏർപ്പാട് ചെയ്ത് വെച്ചേക്കുവാ.
അവളെന്തായാലും ആളെയൊക്കെ ഏർപ്പാട് ചെയ്ത് വെച്ചല്ലേ. ഞാൻ ഏർപ്പാട് ചെയ്ത ആളെ ഇടിച്ച് ശരിയാക്കിയിട്ട് വരാം. എടാ നിന്നോടല്ലേടാ പറഞ്ഞ അങ്ങോട്ട് പോവാൻ. ഓടെ ചക്കാ. എടാ മരത്തലയെ നിന്നോടൊക്കെ അല്ലടാ പറഞ്ഞേ ആ കാറിൻ്റെ അകത്ത് ഇരിക്കുന്ന മോളെ ഇങ്ങോട്ട് ഇറക്കി വിടാൻ. എന്നിട്ട് എല്ലാം കൂടെ പോയാൽ മതി. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരണോ? നീ എന്തോ കാണിക്കാനാണ് ചീളി ചക്ക. ഒരിടിക്ക് പോലും ഇല്ല. നീ വേണമെങ്കിൽ ഓടിപ്പോക്കോ ജീവൻ. വേണമെങ്കിൽ ഞങ്ങളുടെ അടുത്തല്ല നിന്റെയൊക്കെ കളി. ഇടിച്ച് പപ്പടം പോലെ പരിവാക്കും ഞാൻ. പിന്നെ എണ്ണക്കകത്തിട്ട് വറുത്തെടുക്കും ഞാൻ പറഞ്ഞേക്കാം. ജീവൻ വേണമെങ്കിൽ ഓടിക്കോടാ. ഓടാ. നീയൊക്കെ ഓടാൻ പറയുമ്പോ ഞാൻ എന്താ പൂച്ചയാ? ഇപ്പൊ ശരിയാക്കി തരടാ. അയ്യോ അയ്യോ തീ. അയ്യോ തന്നെ പ്രേതം. ഇത് മനുഷ്യനാണ് നല്ലത്. അയ്യോ എടാ നിന്നോടൊക്കെ അതിനല്ലാണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞേ ആ കാറിലിരിക്കുന്ന മോളെ ഇങ്ങോട്ട് ഇറക്കി വിടാൻ. അതുകൊണ്ടല്ലേ ഞാനിപ്പോ ഇങ്ങനെ ചെയ്യുന്നു. മരയൊക്കെ ഇറക്കി വിട്ട വല്ലതും ചെയ്യായിരുന്നോ? മരയൊക്കെ ഇറക്കട്ടെ ഇങ്ങോട്ട്. അയ്യോ നിങ്ങളുടെ മോളെ വേണ്ട. ഞങ്ങൾക്ക് ആരും വേണ്ട. ഞങ്ങൾക്ക് ഇവ മതി. അയ്യോ ഇറക്കി വിട്ടേക്കാവേ. എന്റെ പൊന്നു വെച്ചാൽ അങ്ങോട്ട് ഓടിപ്പോക്കോ. എന്റെ പൊന്നെ നിങ്ങളൊന്നും വേണമെങ്കിൽ. അപ്പോൾ മോൾ ഈ കാര്യം മറന്നുപോയോ? മോൾക്ക് എന്തെങ്കിലും ആപത്ത് ഉണ്ടാവുകയാണെങ്കിൽ മോള് വിളിക്കാതെ തന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലായിട്ട് ഇങ്ങോട്ട് എത്തുമെന്ന് ഞാൻ കാട്ടിവെച്ച് പറഞ്ഞായിരുന്നു. ശ്രദ്ധിച്ചായിരുന്നോ? അല്ല മോളെ ഇത് ആരുടെ സാധനങ്ങളൊക്കെ കിടക്കുന്ന ഇവിടെ? എന്നാ മോളിനെ വീട്ടിൽ പൊക്കോ. മോളിനി കൈ കൊണ്ട് താഴെ കുഴിഞ്ഞെടുക്കണ്ട. ഞാൻ തന്നെ മോളുടെ കയ്യിലോട്ട് എത്തിക്കാം. മോളെ നിന്റെ വീട്ടിലോട്ട് ഞാൻ വന്നോട്ടെ? നിന്റെ വീടൊക്കെ ഒന്ന് കാണാനായിട്ട്. അല്ല മോളുടെ അനുവാദം ഇല്ല, എനിക്ക് കയറാൻ പറ്റത്തില്ല, അതുകൊണ്ടാ പറഞ്ഞേ. എന്നെ ആർക്കും കാണാൻ പറ്റത്തില്ല മോൾക്കല്ലാതെ. മോൾ വിചാരിക്കാതെ എന്നെ ആർക്കും കാണാൻ പറ്റത്തില്ല. പേടിക്കണ്ട, ഞാൻ തേട്ട് മേലുള്ളൂ, തൊട്ട് മേളി നോക്കിക്കേ. ആ എനിക്കങ്ങനെ എല്ലാ ശക്തികളും ഉണ്ട്. മോൾക്കും കൂടെ എന്നോട് ഇങ്ങനെ പറന്ന് നടക്കണോ? ആ ഞാൻ പറത്തിക്കാം. എന്നാ ദേവുമോളെ വീട്ടിൽ പോവാം. അതൊക്കെ എനിക്കറിയാം ദേവുമോളെ. എന്നാ ശരി, നമുക്കൊന്ന് വീട്ടിൽ പോവാം. അമ്മ ആ കടയിലാണെങ്കിൽ ഭയങ്കര ആള്, നിക്കാൻ പോലും സ്ഥലമില്ല. അത് എത്ര നേരം എടുത്തത്? കാർ കൊണ്ട് അടുക്കള കൊണ്ടുവെക്ക്. എന്താ ദേവുമോളെ നിന്റെ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിന്നോട് സംസാരിക്കുന്നത്? എന്തോ മുഖത്ത് ഭയങ്കര ദേഷ്യമായിട്ട് നിന്നോട് സംസാരിക്കുന്നേ? ഇന്നെന്തായാലും വഴക്കുണ്ടാക്കി. എനിക്ക് ആ കാര്യം തന്നെ മനസ്സിലാക്കി. ഈ അച്ഛനെ അമ്മയാണെങ്കിൽ എന്നോട് ഭയങ്കര ദേഷ്യം. എനിക്ക് എന്തോ അറിയത്തില്ല, ഇന്നലെ തൊട്ട് തുടങ്ങിയ ദേഷ്യം എന്നോട്. ഞാൻ സ്കൂളിൽ വിട്ട് വന്നപ്പോഴാണെങ്കിൽ അമ്മയുടെ കഞ്ഞി എടുത്തേരം പറഞ്ഞപ്പോഴേ കൊച്ചി ഇങ്ങനൊക്കെ പറഞ്ഞു എന്നോട്. ഇതെന്റെ ജീവിതത്തിന്റെ ആദ്യമായിട്ടാണ് ഞാൻ എന്റെ അമ്മയുടെ വായന ഇങ്ങനെ കേൾക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ വന്നിട്ട് അവൾക്ക് മാത്രം മുട്ടായി വെച്ചിരിക്കുന്നു, വലിയ ചോക്ലേറ്റ് ഫാമിലി പാക്കറ്റ്. അത് അവൾക്ക് കൊടുത്തു. ഞാനാണെങ്കിൽ ചോക്ലേറ്റ് പിടിച്ചു വാങ്ങിച്ചപ്പോഴാണെങ്കിലേ അവള് മറിഞ്ഞു വീണു, നടുവും കുത്തിയേ. അപ്പോഴാണെങ്കിൽ അച്ഛനും അമ്മ ഓടി വന്നേ. അപ്പൊ അച്ഛനാണ് എന്നെ ഒറ്റ ഇടിക്ക് തെറിപ്പിച്ച് ഞാൻ അവിടെ മരുന്നടിച്ച് വീണുപോയി. എന്നിട്ട് അവളെ പോയി നോക്കി നിൽക്കുന്നത്. എന്തോ പറ്റിയാവോ എനിക്ക് അറിയത്തില്ലത്. ഈ കഴിഞ്ഞ 8 വർഷം വരെ എന്നോട് അവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. ഇത് എന്തോ പറ്റിയതാണ് അറിയാം ഇന്നലെ തൊട്ട്. അതുകൊണ്ട് അമ്മ അച്ഛൻ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നെ ഇവരുന്ന് വഴക്കും കറിയാതെ അടിക്കാതിരിക്കും, അത് മതി എനിക്ക്. എന്നെ കണ്ട അപ്പൊ തന്നെ മുഖം വീർപ്പിച്ച് ദേഷ്യപ്പെട്ടിരിക്കും. ഞാൻ ഇവിടെ ഒരു വഴക്കുമില്ല. കറക്റ്റ് ദിവസം ഞാൻ സ്കൂളിൽ പോകും എല്ലാ ദിവസവും. അമ്മ പറഞ്ഞു, എനിക്ക് ഒരു ദിവസം നേരത്തെ പനി പിടിച്ചപ്പോൾ അമ്മ പറഞ്ഞു സ്കൂളിൽ പോകണ്ട, പനിയല്ല അതുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ വേണ്ട എനിക്ക് സ്കൂളിൽ പോയാൽ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദിവസത്തെ പഠിത്തം കൂടെ മുടക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാനങ്ങ് വന്ന് പോയി. എല്ലാ ദിവസവും പോകും. എനിക്ക് പനിയാണെങ്കിൽ പോലും എന്തൊക്കെയാണെങ്കിലും ഞാൻ പോകും. എനിക്ക് അത് വേണം ഇത് വേണമെന്ന് ഒരു നിർബന്ധമില്ല. കടയിൽ നിന്നൊക്കെ ഓരോ പിള്ളേർക്ക് ഇങ്ങനെ ഓരോ കുറേ വാങ്ങിക്കത്തില്ല. അതിൽ ഞാനൊന്നും വാങ്ങിക്കത്തില്ല. ഒരു കളിപ്പാട്ടം വല്ലതും വാങ്ങിക്കും, മാസത്തിൽ വല്ലതൊക്കെ. അപ്പോൾ ദേവുമോളെ നിനക്ക് ഇത്ര കഥയൊക്കെ ഉണ്ടല്ലേ? ആ ഇനി എന്നാ കിടന്ന് ഉറങ്ങിക്കോ, രാത്രി ആയില്ലേ? ആ ശരി ഹീരകേന്ദ്രം പോയിക്കോ. ആ ശരി, ഞാൻ പോകുക. ഈ മോളുടെ അച്ഛനും അമ്മയ്ക്കും ഇട്ടൊരു പണി കൊടുത്താലേ പറ്റത്തുള്ളൂ. ഇവരൊന്ന് ശരിക്കും പേടിപ്പിക്കാം. അയ്യോ ലക്ഷ്മി, എന്താ സൗണ്ട് കേട്ട് ചില്ലൊക്കെ അടിച്ചു പൊട്ടിക്കുന്നേ?
എന്നാ ഞാൻ ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പറ്റേ എന്തുവാന്നേ. അയ്യോ വേണ്ട ആനന്ദേട്ടാ, ചിലപ്പോൾ കള്ളനോട് തലക്കടിച്ച് പോകാൻ കിടത്തത്തില്ലേ. നമ്മുടെ വീട്ടിൽ കള്ളൻ അങ്ങനത്തെ ചരിത്രം ഇല്ല ഇവിടെ. ഞാൻ എന്തായാലും പോയി നോക്കിയിട്ട് വരാം ആരാണ്. സൂക്ഷിച്ചോണേ. ആ ചിലപ്പോൾ ആ പന്ന കൊച്ചായിരിക്കും ഞങ്ങളിട്ട് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അടവാന്ന് തോന്നാ കൊച്ചിന്റെ. ഞാൻ ആ കൊച്ചിന് ശരിയാക്കുന്നുണ്ട്. അടുക്കള മൊത്തം തല്ലി പൊളിച്ചിട്ടേക്കുന്നു, പാത്രങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ചിട്ടേക്കുന്നു. അത് മേലെ വരെ ആ കൊച്ചിന് അത്ര ഒന്നും എത്തത്തില്ലല്ലോ. പിന്നെ ഇങ്ങനെ ആ കൊച്ചിനേക്കാളും നീളമുള്ള ആരാണല്ലോ ഇത് ചെയ്തത്? പോയിക്കിടന്ന് ഉറങ്ങ്. ആരത്? പോയിക്കിടന്ന് ഉറങ്ങാനല്ലേ പറഞ്ഞേ? അയ്യോ ഞാൻ ഉറങ്ങിക്കളവേ. അയ്യോ വഴി മാറിപ്പോയി. ആ പാവമുള്ളിട്ട് ഇവര് വഴക്ക് പറയുന്നുണ്ട്, ശിക്ഷ എടുത്തില്ല, നല്ലോണം പേടിച്ച്. രാവിലെ ആയോ? ഗുഡ് മോർണിംഗ് ദേവു. ഗുഡ് മോർണിംഗ് ഹരിയന്ത്രവാ. ഇതെന്താ ഭയങ്കര ചിരിച്ചൊക്കെ ഇരിക്കുന്നേ? അതോ ഞാനാണെങ്കിലേ ഇന്നലെ നിന്റെ അച്ഛനാണ് ചെറിയൊരു പണി കൊടുത്ത് അടുക്കളയിലെ സാധനങ്ങളെല്ലാം അടിച്ച് പൊളിച്ചേ. എന്നിട്ടാണെങ്കിൽ നിന്റെ അച്ഛൻ വന്ന് നോക്കിയിട്ടാണെങ്കിലേ അവിടെ നിന്ന് പറയുന്നത് കേട്ട്. എനിക്ക് പക്ഷെ മോളെക്കാളും നീളം ഉണ്ടോണ്ടേ നിന്റെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് അവളെക്കാളും നീളമുള്ള വേറെ ആരും ഉള്ള ചെയ്തേന്ന്. അങ്ങനെ അച്ഛനോട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു ദേഷ്യത്തിൽ. അങ്ങനെ അച്ഛനാണെങ്കിൽ മുട്ടിത്തോടെ ഇറങ്ങുന്ന വഴി പോയി നിന്നിട്ട് അച്ഛൻ പിന്നെ തിരിഞ്ഞങ്ങ് ഒറ്റ ഓട്ടം ഓടി ബെഡ്റൂമിലോട്ട്. ആഹാ കൊള്ളാലോ. എന്നാലും അത്ര തന്നെ വേണം. എന്നെ ഇട്ട് ഒരു കാര്യമില്ല വഴക്ക് പറയുന്നോട്. എന്നാ ശരി ഞാൻ പോവാ, നിന്നോട് ഈ കാര്യം പറയാൻ വന്ന. ആ ശരി ഹരിയന്ത്രവാ. എടി ദേവക്കുച്ചി, എടി വെച്ച് ഇങ്ങോട്ട് വാടി. ഓ വിളിക്കുന്നന്നെ എന്താണോ? നിങ്ങളത് എവിടെ പോവാ? എന്നെ കൊണ്ടുപോകാതെ. പിന്നെ നിന്നെ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, എനിക്ക് എന്റെ മോളെ കൊണ്ടുപോയി. അച്ഛൻ എന്നോട് കൊണ്ടുപോവാ, എനിക്ക് പേടിയാ. നീ നിന്റെ മേലെ അച്ഛൻ വിളിക്കരുത് പറഞ്ഞേക്കാം. പോവാടുന്ന്. ഇവിടെ മര്യാദക്ക് വീട്ടിൽ പോലും ചെയ്ത് ഇരുന്നോണം പറഞ്ഞ, വീട് വെക്കണം പറഞ്ഞേക്കാം. വരണമെന്ന് അത്ര വാശിയാണെങ്കിൽ മുറ്റത്ത് കൊണ്ടിട്ടേക്കാം, എന്നിട്ട് കഥ അടച്ച് കുറ്റിയിട്ട് ഞങ്ങൾ പോകും. അത്രേക്കാം. ടൂർ പോയേക്കുന്നല്ല കൂടെ എന്നെ ഇതുവരെ ടൂറൊന്നും കൊണ്ടുപോയിട്ടേ ഇല്ല. ഹീരിയന്ത്രൻ ചുമ്മാ വിളിച്ചാലോ? എന്താ മോള് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. അവരെല്ലാരും ടൂർ പോയി, എന്നോട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അവര് കൊണ്ടുപോയില്ല. ആഹാ അവർ അത്ര നിന്നെ കൊണ്ടുപോകാൻ പോയേക്കുന്നല്ലേ? അല്ല അവരെവിടെ പോയെന്ന് പറഞ്ഞു നിന്നോട്? എവിടെ എന്നോട് പോയെന്നൊന്നും പറഞ്ഞില്ല. എങ്ങോട്ടായാലും പോകുക എവിടെ ടൂറിന്. ഞാൻ അവർക്കൊരു ചെറിയ പണി കൊടുത്തിട്ട് വരാം. എന്റെ പൊന്നെ ഹീരിയന്ത്രൻ അവരൊന്നും ചെയ്യല്ലേ. അവരൊന്നും ചെയ്യാനല്ലെന്നേ, അവരെ ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കാണ്, ചെറുതായിട്ട്. എന്നാ കുഴപ്പമില്ല. ഇവരെല്ലാരും ബസ് സ്റ്റാൻഡിലോട്ടാണല്ലോ പോന്നെ. എന്റെ അമ്മ ഈ ബസ് എന്തോ അടുത്തുകൊണ്ട് വരുത്തിയത് ഇപ്പൊ ഇടിച്ചാന്. എടാ ബസ് ഡ്രൈവറെ, തനിക്ക് ഇവിടെ ആൾക്കാർ നിൽക്കുന്ന കണ്ണ് കാണൂലേ? അയ്യോ സോറി സാർ, ബ്രേക്ക് കിട്ടിയില്ല പെട്ടെന്ന്, സോറി. ഇപ്പൊ ബ്രേക്ക് ഇല്ലാന്ന് എന്താ ചെയ്താൽ എന്നെ ഇടിച്ചു കൊന്നാനേലും ഇപ്പം അവന്റെ ഒരു ബ്രേക്കും വണ്ടിയും കൊണ്ട് വന്നേക്കുന്നു. ഏതാ അലവലാതികളാണോ? ഞാൻ പോവാ. ഞാനേ പണി കൊടുത്തു ഇവർക്ക്. ബസ് ഡ്രൈവർ ബ്രേക്ക് അടിക്കാൻ തന്നപ്പോൾ ഞാൻ ബ്രേക്കിന് ജാം ആക്കി വെച്ചു. പിന്നെ ഇവർ അടുത്തുകൊണ്ടപ്പോൾ ജാം മാറ്റി പെട്ടെന്ന് ബ്രേക്ക് പിടിപ്പിച്ച്. നല്ലോണം പേടിച്ച് വെക്കുന്നുണ്ട് ദേഷ്യപ്പെട്ട്. ബാബാ എല്ലാരും മാറി നോക്കാനുള്ള ബസ് വന്ന്. ആ പാവം മോളെ കൊണ്ടുപോകത്തോളം പണി കൊടുത്തില്ലേ? നല്ലോണം പേടിച്ച്. അവരെന്നെ പോയപ്പോ കൊണ്ടുപോകാത്ത എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. ഈ വീടൊക്കെ തല്ലി തലിപ്പടാക്കിയാലോ. എന്നിട്ട് വേണം അവര് വന്നിട്ട് എന്നെ അടിച്ച് ശരിയാക്കാനായിട്ട്. വേറെ പണിയില്ലേ എനിക്ക്. ഇനി കുറച്ചു നേരം മുട്ടിന്നോട്ടെ, ബോറടിക്കുന്നു. വലിയ വീടൊക്കെ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അച്ഛനും അമ്മയ്ക്ക് എന്നോട് സ്നേഹം വേണ്ടേ? ഒന്ന് ഹീരിയന്ത്രവനൊന്ന് വിളിച്ചാലോ? ഞാനെത്തി. അല്ല മോളെ, എന്തിനാ മോളെന്നെ വിളിച്ചേ? ഓ അവരിപ്പോ പോയോണ്ട് എനിക്ക് ബോറടിക്കുന്നു ഇവിടെ നിന്നിട്ട്. അത് മാത്രല്ല വലിയ വീടും കൂടെ അല്ലേ, എന്നാണ്ടൊക്കെ സൗണ്ട് കേൾക്കുന്നതോ ഒന്ന് പേടി വരുന്നു എനിക്ക്. അല്ല അവരെന്നെ എപ്പോ വരും? അതറിയത്തില്ലേ, ഏതാണ്ട് ട്രിപ്പ് പോയെന്നല്ലേ പറഞ്ഞേ, ഏതാണ്ട് ടൂർ കണ്ട്. അപ്പൊ 2-3 ദിവസം എടുക്കുമായിരിക്കും. അതുവരെ നിന്നോട് ഞാൻ ഇരിക്കാം. അല്ല ഹീരിയന്ത്രവാ, ഹീരിയന്ത്രന്റെ അച്ഛനും അമ്മയൊക്കെ എവിടെയാ? അവരുടെ ഇവിടെ തന്നെയൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ വെച്ചാ എവിടൊക്കെ? അവര് വീട്ടിൽ തന്നെ ഉണ്ട്. ഓ അപ്പൊ അവര് ഇവിടെ വീട്ടിൽ തന്നെയല്ലേ? അങ്ങനെയല്ലേ, ഇവിടെ ഇടയ്ക്കൊക്കെ വരും. ആ അല്ല ഹീരിയന്ത്രൻ ഞാനാണെങ്കിലേ മറ്റേ കാട്ടുവെച്ച് ഹീരേന്ദ്ര അവിടെ വയ്യ കിടക്കുമ്പോഴാണെങ്കിലേ ഒരു നീലപ്പൂ എന്നോട് പറിച്ചു തരാൻ പറഞ്ഞു. ഞാൻ എന്തോ നീലപ്പൂ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ബാക്കി എല്ലാ പൂവും കണ്ടിട്ടുണ്ട്, ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ആ പൂവ്. എന്താ പൂവ് അത്? അത് ഞങ്ങളുടെ ഗന്ധർവലോകത്ത് മാത്രമുള്ള ഒരു ടൈപ്പ് പൂവ്. അത് ഗന്ധർവന്മാർക്ക് ശക്തി വരണേ. അതാ 1 വർഷം കഴിയുമ്പോൾ ഗന്ധർവന്മാരുടെ ശക്തി പോയിട്ട് ഈ പൂവെല്ലാം എടുത്ത് തിന്നുന്നത്.
അങ്ങനെ ഒരു സമയത്താണെങ്കിൽ പൂവെല്ലാം തീർന്നു. അങ്ങനെ എനിക്കാണെങ്കിൽ ഭൂമിയിൽ ഈ ടൈപ്പ് ഒരു പൂ ഒരെണ്ണം നിൽപ്പുണ്ടെന്നോ എൻ്റെ തൈ പറിക്കാൻ വേണ്ടി ഞാൻ ഭൂമി വന്നു ഇവിടെ. അങ്ങനെ ആ നീലപ്പൂവിൻ്റെ തൈ പറിക്കാൻ വേണ്ടിയിട്ട് ആ കാട്ടി വന്നപ്പോൾ തന്നെ എൻ്റെ ശക്തിയെല്ലാം പോയി. കറക്റ്റ് ഒരു വർഷമായി ആ സമയത്ത്. അങ്ങനെ ഞാനിവിടെ കിടക്കുമ്പോഴാണ് നീ വന്നത്. അങ്ങനെ നിന്നോട് ആ പൂവ് പറിച്ചു തരാമെന്ന്. ഗന്ധർവന്മാർ ആ പൂവ് തിന്നണം, എന്നാലേ ശക്തി വരത്തുള്ളൂ. അങ്ങനെ ഞാൻ ആ പൂവ് തിന്ന്. അങ്ങനെ എനിക്കിപ്പോൾ ഈ ശക്തി വന്നു. അതുകൊണ്ട് നിന്നോട് നടക്കുന്നത്. ഇപ്പൊ ഹിരേന്ദ്രൻ ഇല്ലാന്ന് ഞാൻ എന്തായാലും ഇവിടെ പേടിച്ചിരിക്കണമായിരുന്നു. അല്ല ഹിരേന്ദ്രൻ ഇപ്പൊ എത്ര വയസ്സായി? ഞാനൊരു കൊച്ചി ഇറക്കണം. എനിക്ക് 11 വയസ്സേ ഉള്ളൂ. എന്റെ ചേട്ടനാണെങ്കിൽ എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ചേട്ടൻ മരിച്ചു പോയത്. ഇപ്പം 3 വർഷം കഴിയുമ്പോ എത്ര 9, 10, 11 കറക്റ്റ്. അതങ്ങനെ ഹിരേന്ദ്രൻ അങ്ങനെ വരുന്നേ? ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ പറയുന്നേ? അതുപോലെ തന്നെയാണ് ഈ കാര്യം തന്നെ. അല്ല മോളുടെ ചേട്ടന്റെ പേരെന്തുവാ? എന്റെ ചേട്ടന്റെ പേര് ആദി. അല്ല ഹിരേന്ദ്രന്റെ അച്ഛന്റെ അമ്മയുടെ പേരെന്തുവാ? എൻ്റെ അമ്മയുടെ പേര് ലക്ഷ്മി, എൻ്റെ അച്ഛൻ്റെ പേര് ആനന്ദൻ. ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എന്റെ അച്ഛന്റെ അമ്മയുടെ പേരല്ലേ? എന്റെ അമ്മയുടെ പേര് ലക്ഷ്മി, എന്റെ അച്ഛന്റെ പേര് ആനന്ദൻ. ഇതെങ്ങനെ കറക്റ്റ് ആയിട്ട് വന്ന്? അത് തന്നെയല്ലേ മോളെ ഞാൻ മുമ്പേ പറഞ്ഞേ, ഒരാളെ പോലെ 7 പേരുണ്ട്. അതിലൊരാൾ തന്നെ ഞങ്ങളെല്ലാരും. ചിലപ്പോ അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും എല്ലാം അങ്ങനെ കറക്റ്റ് വന്നു. എനിക്കത് മനസ്സിലാത്തെ. അല്ല ഹിരേന്ദ്ര, അപ്പുറത്തെ വീട്ടിലെ പട്ടി എന്തിനാ കുരയ്ക്കുന്ന ഇത്രയും? അതോ ആ പട്ടി എന്നെ കണ്ടിട്ട് കുറയ്ക്കുന്നത്. അതിന് ഹിരേന്ദ്രനെ കാണാൻ പറ്റിയ പട്ടിക്ക്? ആ ഗന്ധർവന്മാരെ കാണാം, ശാശുക്കളെ കാണാം, പ്രേതങ്ങളെ കാണാം, എല്ലാത്തിനും കാണാം. ഇങ്ങനെ ആത്മാക്കളെയൊക്കെ കാണാം ഇങ്ങനെ. മിണ്ടാതിരിക്കണതായേ. അല്ല ഹിരേന്ദ്ര, ആ പട്ടി എന്തിനാ പേടിച്ച് കരഞ്ഞു ഓടിയേ? ഞാൻ അതിനോട് വളരെ രീതി ദേഷ്യപ്പെട്ടു. അതുകൊണ്ട് അത് ഓടിയതാ പേടിച്ച് കരഞ്ഞോണ്ട്. അല്ല ഹിരേന്ദ്രന്റെ അച്ഛനും അമ്മേനെ കളിക്കാവോ? അയ്യോ അത് വേണ്ട. നിന്നെ എനിക്ക് കൂട്ടായിട്ട് കിട്ടിയ കാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അന്ന് എന്നെ വരെ വിടത്തില്ല. അതുകൊണ്ട് പിന്നെ എപ്പോഴേലും കാണാമല്ലോ. ഞാൻ എന്തായാലും നിന്നോട് തന്നെ ഇല്ലേ. ദേ ആ നായക്കുട്ടി പിന്നെ വന്ന്. എടാ നായക്കുട്ടി പോടാ അങ്ങോട്ട്. ഞാൻ അവരുടെ സ്നേഹത്തോട് പറഞ്ഞപ്പോ പേടിച്ചു കൊടുത്തു. പിന്നെ ഹിരേന്ദ്ര സൂപ്പർ. കഴിഞ്ഞ ദിവസം രാത്രി ആണെങ്കിലേ ഞാനാണെങ്കിലേ കടയിൽ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴാണെങ്കിലേ 2 ആൾക്കാർ എന്നെ കാറെ പിടിച്ച് കയറ്റി. അപ്പോഴാണെങ്കിൽ ഹിരേന്ദ്രന്റെ മാസ് എൻട്രി അടിപൊളിയായിരുന്നു. ഇതാ മോളോട് ഞാൻ പറഞ്ഞത്, മോൾക്ക് എന്തെങ്കിലും ആപത്ത് വരുവാണെങ്കിൽ എനിക്ക് അലർട്ട് വരും. അവര് വന്ന് ഞാൻ പോവാണേ. ശരിയേ. ഇവര് ഇത്ര പെട്ടെന്നാ ഇനി എവിടെ പോയത് ആർക്കറിയാം. The next day. ഈ കൊച്ചിത് എവിടെ പോയി കിടക്കുവാ? എടി കൊച്ചേ കഥ തുറക്ക്. നിന്നെ എത്ര നേരം കൊണ്ട് ഞങ്ങൾ വിളിക്കുക? നീ എന്താ ചെയ്യായിരുന്നു? ഞാൻ ഉറങ്ങുമായിരുന്നു. ഇനി ഞങ്ങൾ എവിടെയും പോയിട്ട് വന്നിട്ട് അപ്പ തന്നെ കഥ തുറന്ന് ഞാൻ പറഞ്ഞേക്കാം. മുട്ടി താടിച്ചിറങ്ങി ഞാൻ. ഇതെന്താണ് ഇങ്ങനെ വഴക്ക് പറയുന്നത്? എനിക്കറിയത്തില്ല. ഇവരിപ്പോ എന്റെ അച്ഛനും അമ്മയാണെന്ന് തോന്നുന്നേ ഇല്ല എനിക്ക്. പാവക്കുട്ടി ചിന്തിരിവാവേ, നിനക്കെന്താ കഴിക്കാൻ വേണ്ട ഡോളി? എനിക്കുള്ള പാവം കൊണ്ട് അവളിരിക്കുന്നു. ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. ഇവിടെ ഡോളി പാവ. അയ്യോ എന്താ പറ്റി മോളെ കരയുന്നേ? ആര് കൊണ്ടുപോയി? ഏട്ടനാണെങ്കിലും മോളെ നോക്കും, ഞാനാണെങ്കിൽ അവൾക്കുള്ള കൊടുത്തിട്ട് വരാം. ദേവ് കൊച്ചിന്തി ഇങ്ങനെ ശരിയാക്കുന്നുണ്ടോ അതിനെ? ഈ കൊച്ചിത് അവിടെ പോയി ഇവിടെ കാണുന്നില്ലല്ലോ. മിക്കവാറും കട്ടിലിന്റെ അടി തന്നെ ആയിരിക്കും. അയ്യോ കട്ടിലിന്റെ അടി നോക്കാൻ വരുന്നത്. പെട്ടെന്ന് എഴുന്നേറ്റ് ഓടാം. അവിടെ നിൽക്കണേ. അവൾ എങ്ങോട്ട് ഓടിപ്പോന്ന് എന്ന് കാണട്ടെ. ശരിയാക്കുന്നുണ്ടെന്നോളെ. നിക്കടി അവിടെ. ഞാൻ ആ കൊച്ചിന് നല്ല അടി കൊടുത്തു. അങ്ങനെ തന്നെയുള്ള എന്റെ മോളെ ഇട്ടേ ഇങ്ങനെ ചെയ്തേന്.
അല്ല മോളുടെ പാവയെ കൊച്ചു എവിടെ കൊണ്ട് കളഞ്ഞേ? എനിക്കറിയത്തില്ല. ആ കൊച്ചു എവിടെയെല്ലാം കൊണ്ട് ഒളിപ്പിച്ച് വെച്ച് കാണും. രാത്രി ഞാൻ എടുത്ത് കളിക്കാനായിരിക്കും. എടുക്കുന്ന കണ്ടിട്ട് ഞാൻ ശരിയാക്കാം. അല്ല മോളെ, നീ എന്തോടെ വിഷമിച്ചിരിക്കുന്നേ? അതന്നെ ഹീരേന്ദ്ര, അവരാണെങ്കിലേ ടൂർ പോയിട്ട് വന്നിട്ടാണെങ്കിലേ അവൾക്ക് മാത്രം ഒരു പാവ വാങ്ങിച്ചോണ്ട് വന്നു. അങ്ങനെ എനിക്ക് ദേഷ്യം വന്നിട്ട് ആ പാവ പിടിച്ച് വന്നിട്ട് ഞാൻ കട്ടിൻ്റെ അടിയിൽ പോയി വിളിച്ചിരുന്നു എൻ്റെ റൂമിലെ. അങ്ങനെ അമ്മയാണെങ്കിൽ എന്നെ കണ്ടുപിടിക്കുന്ന ഓർത്തിട്ട് ഞാൻ പെട്ടെന്ന് ഓടി. അങ്ങനെ അറിയാതെ ഈ മുറിയിലോട്ട് കയറി. ഈ മുറി മാത്രമേ ഉള്ളൂ, ഇവിടെ വേറെ വഴിയൊന്നുമില്ല. ഇത് താഴോട്ട് ഇറങ്ങിയ ഒന്നും വഴിയില്ല. അപ്പോഴത്തേക്ക് അമ്മ വന്ന് എന്നെ അടിച്ച്. അല്ല ഹീരേന്ദ്രനല്ലേ പറഞ്ഞേ എനിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റാണ് വരുമെന്ന്, എന്നിട്ട് ഇപ്പം ഒന്നും വന്നില്ലല്ലോ. അത് ചിലപ്പോൾ നിന്റെ അമ്മ അടിച്ചോണ്ടായിരിക്കും എനിക്ക് പ്രത്യക്ഷം വരാൻ പറ്റത്. ഇപ്പൊ ഞാൻ നിന്നോട് വന്ന ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. ഇന്ന് അവരെല്ലാവരും ടൂർ പോയില്ല. അവർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് നിന്നപ്പോൾ എനിക്ക് എന്താണ്ട് പ്രത്യേകിച്ച് ഒരു ശക്തി വരുന്നത് തോന്നി അവരുടെ ദേഹത്തുനിന്ന്. ആ ശക്തിയുടെ സ്ഥലം എനിക്ക് കിട്ടുന്നത് ഏതോ ഒരു കാട്ടിലാണ്. അല്ല ഹീരേന്ദ്രൻ എന്തോ പറയുന്നേ? എനിക്ക് തോന്നുന്നു നിന്റെ അച്ഛനും അമ്മയും നിന്നോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ അത് ആരോ മാറ്റി എടുത്തേക്കുക. അത് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞത്. എനിക്കെന്തായാലും ശക്തിയുടെ ഇത് വന്ന സ്ഥലത്തോട്ട് ഞാൻ പോയി നോക്കട്ടെ എന്താന്നേ. ശരി ഹീരേന്ദ്ര, സൂക്ഷിച്ചു പോണേ. ശരി മോളെ. ഇനിയും ദൂരത്തു നിന്നാണല്ലോ ഒരു ദുഷ്ടശക്തി എനിക്ക് ഇങ്ങനെ വരുന്നത്. എവിടുന്നോ കറക്റ്റ് സ്ഥലം എനിക്ക് കിട്ടുന്നുണ്ട്. നോക്കട്ടെ പറന്ന്. ഇനി കുറെ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു ആ ശക്തിയുടെ അടുത്ത് എത്താനായിട്ട്. എന്തോ ശക്തി ആയിരിക്കുമോ അത്? ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളല്ലോ ആ ദുഷ്ടശക്തിയുടെ അടുത്ത് എത്താനായിട്ട്. ഇവിടെ എവിടെ അടുത്താണല്ലോ. ഇവിടെ അടുത്തും കാണാം. सृष्टिकरा तेरे में कार्य के तेरे सुधार बागी तेरे की में चितरा चुलाएगी. ഇതാണല്ലോ ദുഷ്ടശക്തി. ഇതാരത്? വിറവ് കൊണ്ടൊക്കെ തീയും ഉണ്ടാക്കി രാത്രി ഇവിടെ കുത്തിയിരുന്നാണ് മന്ത്രമൊക്കെ ചൊല്ലുന്നത്. പിന്നെ എന്താണ് ഗ്ലാസിന്റെ സ്വന്തമായിട്ട് ചുമന്ന വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചേക്കുന്നത്? ഇതാരത്? ഇത് മനുഷ്യനല്ല, പക്ഷെ കണ്ടിട്ട് പ്രേതമന്ത്രാവതിയാണല്ലോ ഇത്. നല്ല രസമുണ്ട് ആ ദേവക്കുച്ചിന്റെ അമ്മയിട്ട് അടിച്ച് ശരിയാക്കുന്ന കാണാനായിട്ട്. ഹഹഹാ, ഞാൻ അവരുടെ രണ്ടുപേരെ മൈൻഡ് കൺട്രോൾ ചെയ്ത് വെച്ചേക്കുന്നത്. ആ കൊച്ചിന്റെ അമ്മയുടെ അച്ഛന്റെ മൈൻഡ് എന്റെ മൈൻഡ് ആക്കി വെച്ചേക്കാം. അങ്ങനെ ഞാൻ അവരെ കൺട്രോൾ ചെയ്യുന്നത്. നല്ല രസമുണ്ട് തീന്റെ അകത്തൂടെ ഇങ്ങനെ ഇരുന്ന് കാണാനായിട്ട്. അപ്പോൾ ഈ കള്ള പിശാച മന്ത്രവാദിയായിരുന്നല്ലേ ഇത്ര നാളും ദേവിന്റെ അച്ഛനും അമ്മയിട്ട് ഇങ്ങനെ ആക്കിയതല്ലേ? അപ്പൊ ഞാൻ ദേവിന്റെ അച്ഛനും അമ്മയൊക്കെ പേടിപ്പിച്ചത് വെറുതെ ആയിപ്പോയി. ഇവനെ ഇട്ടാ കൊടുക്കേണ്ടത്. ഇന്ന് പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്ന് പൗർണമി കഴിഞ്ഞ ദിവസമാണ്. അതുകൊണ്ട് എനിക്ക് അടുത്ത പൗർണമിക്ക് ഭയങ്കര ശക്തി വരത്തില്ല. എന്നാൽ ഈ സാധനത്തിനെ നശിപ്പിക്കാൻ പറ്റത്തുള്ളൂ. എന്റെ ഈ ഭാഗത്ത് ഏതോ ഒരു ശക്തി വന്നിട്ടുണ്ടല്ലോ. ഇവൻ എന്നെങ്ങനെ കാണുവാണ് ഇവനെ നശിപ്പിക്കും. പെട്ടെന്ന് പോട്ടെ ഇവിടുന്ന്. ഇപ്പൊ ആ ശക്തി ഇവിടുന്ന് പെട്ടെന്ന് പോയല്ലോ. എങ്ങോട്ടാണെങ്കിലും പോട്ടെ, എനിക്കെന്താ. നല്ല രസമുണ്ട് ഇങ്ങനെ ഒന്ന് കാണാനായിട്ട്. റിപ്പീറ്റ് ചെയ്ത് മുമ്പേ അടിച്ച് ശരിയാക്കിയത് കണ്ടോണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട്. അടിപൊളി. ഹീരേന്ദ്രൻ വന്നോ? അല്ല പോയിട്ട് കാര്യങ്ങളൊക്കെ എന്തായി? പോയിട്ട് കുറച്ച് വിവരങ്ങളൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്റെ അച്ഛനും അമ്മയും പാവമാണോ? ആ ശാശമന്ത്രവാദിയാണോ ഇങ്ങനെ ഇട്ട് എന്റെ അച്ഛനും അമ്മ കൺട്രോൾ ചെയ്യുന്നേ? അതെ, കഴിഞ്ഞ ദിവസം എനിക്ക് ശക്തി ഉടനെ കുറച്ചുണ്ട്. ആ ശക്തി പോയി ഞാൻ പൗർണമി വരെ വെയിറ്റ്. അടുത്ത പൗർണമി സമയം ഭയങ്കര ശക്തി ഉണ്ട്. ആ മന്ത്രവാദി നശിക്കാൻ ശക്തി അങ്ങനെ നശിക്കുന്നത്. പിന്നെ അച്ഛനും പഴയത് തന്നെ കിട്ടും. ഓ ഹീരേന്ദ്രൻ ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിച്ചല്ലേ? വളരെ നന്ദിയുണ്ട് ഹീരേന്ദ്രൻ. ഒരിക്കലും ഞാൻ ഈ നന്ദി മറക്കത്തില്ല. ഇപ്പൊ ഹീരേന്ദ്രൻ കറക്റ്റ് വന്നില്ലെന്ന് എന്റെ അച്ഛനും അമ്മയും പഴയതുപോലെ തന്നെ ആവത്തില്ലായിരുന്നല്ലോ. ഇപ്പോഴും ആ സാധനം കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോഴും അതേപോലെ തന്നെ ആയേനല്ലോ. എന്താ അമ്മേ? അല്ല നിന്റെ അമ്മ ആരാണ്? ഞാനാണ് നിന്റെ അമ്മ. ഹീരേന്ദ്രൻ പറഞ്ഞില്ല, ഇത് അമ്മ പറയുന്നില്ല. ആ മന്ത്രവാദി ഇങ്ങനെ പറയുന്ന ഞാനൊന്നും മൈൻഡ് ചെയ്യണ്ട. എന്തിനാ എന്നെ വിളിച്ച കാര്യം പറ. അടുക്കളയിൽ 100 കൂട്ടം പാത്രം കിടപ്പുണ്ട്, കഴിയിക്കാതൊന്ന്. ഇത് എന്റെ അമ്മയൊന്നും അല്ലല്ലോ പറയുന്നേ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കഴുകി കൊടുത്തേക്കാം. അല്ലെങ്കിൽ ആ മന്ത്രവാദിയെ അമ്മയുടെ ദേഹത്ത് കയറി എന്നെ അടിക്കും. എടി കൊച്ചേ, വരുവാ. ചേച്ചി ഡോളിന്ന് എടുക്കാൻ വന്നല്ലേ? പിന്നെ എന്താ ചേച്ചി? അത് പിന്നെ മോളെ നിന്നോട് ഒരു കാര്യം പറയാൻ വന്ന. നമ്മുടെ അച്ഛനും അമ്മയാണെങ്കിൽ എന്നോട് സ്നേഹമില്ലല്ലോ. അത് പക്ഷെ ശരിക്കുള്ള അച്ഛനും അമ്മയല്ലത്, വേറെ ഒരാളത്. ഒരു കള്ള മന്ത്രവാദി. അത് കള്ള മന്ത്രവാദിയാ? അതേന്നേ, ഒരു കള്ള മന്ത്രവാദിയെ നമ്മുടെ അമ്മയെ അച്ഛനെ ഇട്ട് മൈൻഡ് മാറ്റുന്നേ. എന്നോട് മാത്രം ദേഷ്യം ആ മന്ത്രവാദിക്ക്. എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിന്നോടൊന്നും പറയുന്നില്ല. ഇപ്പോഴാ കാര്യം മനസ്സിലായത് എനിക്ക്.
എന്റെ അച്ഛനും അമ്മയല്ല എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത് ഒരു പ്രേത മന്ത്രവാദിയാണ്. അല്ല ചേച്ചി, ചേച്ചിയുടെ കാര്യം ആര് പറഞ്ഞു? അതൊക്കെ എനിക്ക് അറിയാമേ. മോളെ കാവേ, ഈ ചേച്ചി വെക്കോ, അമ്മ വരുന്നുണ്ട്. ചേച്ചി നമ്മൾ രണ്ടുപേരും സംസാരിക്കണ്ട, ചേച്ചി അടിക്കും. ആഹാ, മോൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്ത് ചെയ്യായിരുന്നു? അമ്മ, ഞാനാണെങ്കിൽ എന്റെ ഡോളി വെച്ച് കളിക്കുമായിരുന്നു. അല്ല മോളെ, ആ കൊച്ചു പോലെ നിന്റെ അടുത്തിട്ട് വന്ന ഡോളി വല്ല വാങ്ങിക്കാൻ? ഇല്ല അമ്മ, എന്റെ അടുത്തിട്ടൊന്നും വന്നില്ല ആരും. എന്നാ ശരി, അമ്മ പോവാ, അടുക്കള ജോലിയുണ്ട്. ഇപ്പൊ അച്ഛനും അമ്മയും കണ്ടെങ്കിൽ എനിക്ക് പേടി വരുന്നു. ആ പ്രേതമന്ത്രവാദി എന്റെ അച്ഛനും അമ്മയെ കൺട്രോൾ ചെയ്യുന്നല്ലേ പറഞ്ഞേ? ചേച്ചി പറഞ്ഞേ. ഓ, ഇനി എന്റെ ചേച്ചിയുടെ അച്ഛനും അമ്മയും എങ്ങനെ തിരിച്ചു കിട്ടും? എന്നോട് സ്നേഹമുണ്ട്, ചേച്ചിയുടെ സ്നേഹമില്ല. ഇനി ഇതങ്ങനെ മാറ്റിയെടുക്കാനാ? ഞങ്ങൾ രണ്ടുപേരും കൊച്ചു കുട്ടികളെ, ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ അറിയത്തില്ല. ചേച്ചിയാണെങ്കിൽ എന്നോട് നടക്കുന്നതിന് മുമ്പ് എന്താണ്ട് കാര്യം പറഞ്ഞല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും മൂത്തായിട്ടുള്ള ആദ്യ ചേട്ടൻ മരിച്ചു പോയെന്ന് പറഞ്ഞില്ലേ, പുഴയെ മുങ്ങി. ഓ, ഇപ്പൊ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തേലൊക്കെ ചെയ്യാന്ന്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും തന്നെ ആയല്ലോ. പക്ഷെ അച്ഛനും അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്, ചേച്ചിയുടെ സ്നേഹമില്ല. പക്ഷെ ആ പ്രേതമന്ത്രവാദിയല്ലേ എന്റെയും ചേച്ചിയുടെ അച്ഛനും അമ്മയെ കൺട്രോൾ ചെയ്യുന്നത്. ഓ, വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ബോറടിക്കുന്നു. കുറച്ചേരം മുറ്റത്തേനും പോയി ഇരുന്ന് കളിക്കാമല്ലോ. അല്ല, ഇവിടെ ഇപ്പൊ എന്തോ കളിക്കുന്നുണ്ട്, മണ്ണി കളിക്കായിരുന്നു കുറച്ചേരം. ഹായ്, നല്ല രസമുണ്ടല്ലോ മണ്ണി എന്ത് കളിക്കാനായിട്ട്. ഹായ്. ഉയ്യോ, പട്ടി അപ്പുറത്തെ വീട്ടിലെ. ഞാനെന്താ പേടിക്കുന്നത്? ആ പട്ടിയെ കെട്ടിയിട്ടേക്കുമല്ലേ, പിന്നെന്താ? എന്നെ കടിക്കാൻ വന്നിട്ട് ഇപ്പൊ എന്നെ കണ്ടിച്ചല്ലേ ഓടുന്നത്. എന്തായാലും ആട്ടെ. ഓ, പെട്ടെന്ന് അകത്ത് കയറിപ്പോ. ആ പട്ടിക്ക് വല്ല മടിച്ചു കയറി പിന്നെ വന്ന് എന്നെ കടിച്ചാൽ എന്ത് ചെയ്യും? ഞാനാ മോളെ ആ നായലിനെ രക്ഷിച്ചത്. അത്രയ്ക്കായോ പട്ടി? വെറുതെ ഇരിക്കുന്ന ഇവിടെ കളിക്കുന്ന മോളെ എനിക്ക് കടിക്കാൻ വരും. ഞാൻ നല്ലോണം പേടിപ്പിച്ച് ഓടിച്ച്. ഇപ്പൊ സമയം രാത്രിയായല്ലോ. ഒന്നുകൂടെ ആ പ്രേതമന്ത്രവാദി അടുത്ത് പോയി നോക്കാം, അയാൾ അവിടെ ഉണ്ടോന്ന്. അത് സ്ഥലം മാറിയോ നോക്കാം. ഇയാൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ. ഇയാൾ പണി ഇതാന്ന് തോന്നുന്നു. പറഞ്ഞ ദിവസം ആകുമ്പോഴേ ഇയാൾ എൻ്റെ ശക്തി കൊണ്ട് തളച്ച് വെച്ചിട്ട് ഇയാൾ എന്തിനാ ദേവമള ഇട്ട് അടുപ്പിക്കുന്നതെന്ന് ചോദിക്കാൻ. ഇന്നലെ വന്ന അതേ ശക്തി പിന്നെ ഇവിടെ വന്നല്ലോ. അയ്യോ, അയാളെ കണ്ട ഇപ്പൊ നശിപ്പിക്കും. ആ ശക്തി പിന്നെയും പോയി. ആ ശക്തിക്ക് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ ഇവിടെ. ആ ശക്തികൾ എന്റെ മുമ്പിൽ വരട്ടെ, ഞാൻ എന്നെ കത്തിച്ച് ചാമ്പലാക്കും. പട്ടി വന്നിട്ട് എന്താ എന്നെ കടിക്കാതെ പോയത്? എനിക്കത് മനസ്സിലാത്തേ. അത് കരഞ്ഞോണ്ട് ഒറ്റ ഓട്ടം, ആരെ കണ്ട് പേടിച്ചതുപോലെ. ഇനി പ്രേതത്തിലാണോ? ഇവിടെയാണോ പ്രേതം? പിന്നെ ഇനി ചേച്ചി പറഞ്ഞതുപോലെ മന്ത്രവാദിയല്ലാണോ അത്? ഓ, പിന്നെ മന്ത്രവാദി. മോളെ പെട്ടെന്ന് വരുന്നു. നമുക്കാണെങ്കിൽ ഒരു സ്ഥലം വരെ പോവാം. ഏത് സ്ഥലം അച്ഛാ? പച്ചക്കറി എല്ലാം തീർന്നു പോയി. നമുക്ക് ചന്തയിൽ പോവാം 3 പേർക്കും. എന്നാ ബാ, അമ്മ ഒരുക്കി തരും മോളെ. എന്താ കൊച്ചു? ഞങ്ങളാണെങ്കിൽ ചന്തയിൽ പോവാ, വീടൊക്കെ നോക്കണം കേട്ടോ. ആ ശരി, പൊക്കോ. ആ കൊച്ചെന്താ അവർ ചന്തയിൽ പോകുന്ന പറഞ്ഞിട്ട് ഒരു റിയാക്ഷനും ഇല്ലല്ലോ കൊച്ചിന്. എന്തായാലും മനസ്സിലായോ ഇനി ഞാനാന്ന്? ഓ, പിന്നെ എങ്ങനെ മനസ്സിലായാനാ? ഒരു തുമ്പ് പോലും കിട്ടി കാണത്തില്ല ഇത് ഞാനാന്ന്. ആ കൊച്ചു വിഷമിക്കാത്തോണ്ട് എനിക്ക് ദേഷ്യം വരുന്നു. ഇനിയും കിടക്കുമല്ലോ ചെയ്യാനായിട്ട്. രാത്രി ചന്തയിലോട്ടോ? ഇന്ന് രാത്രി ചന്തയുണ്ടോ ഇനി? അപ്പൊ ഇരുവന്തരം പറഞ്ഞ് ശരിയാണല്ലോ. അപ്പൊ
കുറച്ചുകൂടെ ഒക്കെ അത്യാവശ്യം നല്ലോണം വിശ്വാസമായി ഇപ്പൊ എനിക്ക്. ഓ ഇന്ന് 6ാമത്തെ ദിവസമായി. നാളെ ആണെങ്കിലേ ഹീരേന്ദ്രന് പവർ കൊടുക്കുന്ന ദിവസമാണ്. അങ്ങനെ ആ ശാശി മന്ത്രവാദിയെ നശിപ്പിക്കാൻ കളയാൻ പറ്റില്ല, പ്രേതമന്ത്രവാദിയെ. ഇപ്പോഴും സമാധാനമായി. എന്റെ പഴയ അച്ഛനും അമ്മ എനിക്ക് തിരിച്ചു കിട്ടുമല്ലോ. ഓ അത് ഓർക്കുമ്പോ കൊതി വരും എനിക്ക്. ഇപ്പൊ സമയം എത്രയായി കാണും? 5 മണി ആയല്ലോ. ഓ 5 മണി കഴിഞ്ഞു. അപ്പൊ നാളെ തന്നെ എന്റെ അച്ഛനും അമ്മ എനിക്ക് പിന്നെയും കിട്ടും തിരിച്ച്. ഓർത്തിട്ട് എന്നെ കൊതി വരുന്നു. ഇത്രയും ദിവസം എന്നെ വഴക്ക് പറഞ്ഞ സ്നേഹിക്കുന്നെന്ന് കാണാൻ വേണ്ടിക്ക്. സ്നേഹിക്കില്ലാലും കുഴപ്പമില്ല, എന്നെ വഴക്ക് പറയുന്ന മതി. ഞാൻ ഓർത്ത് എന്റെ അനിയത്തി ഉണ്ടായതുകൊണ്ട് എന്നോട് സ്നേഹം പോയതെന്ന്. ആ കള്ള മന്ത്രവാദി ഇങ്ങനെ മാറ്റിയത്. എന്റെ പാവം അനിയത്തി എത്ര ദിവസം ഞാൻ ചോക്ലേറ്റ് പിടിച്ച് വാങ്ങിച്ച്, ആ ഡോളനെ പിടിച്ച് വാങ്ങിച്ച്. ഒന്ന് ചുമ്മാ മുറ്റത്ത് പോയാലോ? എനിക്ക് സന്തോഷം കൊണ്ട് എവിടെ ഇരിക്കാം, ഈ മുറ്റത്തിന് പോയിരിക്കാം. സമയത്ത് ഹീരേന്ദ്രൻ എനിക്കന്ന് കിട്ടിയില്ല. ഇപ്പൊ എന്ത് ചെയ്തേനെ? എന്റെ അച്ഛനും അമ്മ ഇതുപോലെ തന്നെ ആകത്തില്ല എന്ന് എപ്പോഴും എനിക്കറിയത്തില്ല. മന്ത്രവാദി എന്തിനാ എന്നെ മാത്രം ദേഷ്യപ്പെടുന്നത് എനിക്ക് മനസ്സിലാത്ത, എന്നോട് മാത്രം. ഇപ്പൊ സമയം 8 മണി ആയല്ലോ. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. ചേച്ചി എന്താ മോളെ? ചേച്ചി ചേച്ചി എന്താ ഇത്ര സന്തോഷിച്ചിരിക്കുന്നേ? ഓ അതൊന്നും ഇല്ല മോളെ. എന്താണ്ടല്ലോ പറ ചേച്ചി. ഓ ഒന്നും ഇല്ല മോളെ. ആ മന്ത്രവാദി പ്രാർത്ഥന ഓടിക്കാൻ വേണ്ടിട്ടേ ഞാൻ ഒരാളെ ഏർപ്പാട് വെച്ചിട്ടുണ്ട്. സത്യാണോ? അതെ മോളെ, സത്യമായിട്ടും. അല്ല മോളെ, അച്ഛനും അമ്മയും എന്തി? അവരാണെങ്കിൽ അടുക്കളയിലുണ്ട്. അച്ഛനാണ് കിടന്ന് ഉറങ്ങുക. ഇപ്പൊ അച്ഛനും അമ്മ മന്ത്രവാദിയാ. അച്ഛനും അമ്മ ഇപ്പൊ ഉറങ്ങി കിടക്കുക അച്ഛൻ്റെ അമ്മയുടെ ദേഹത്ത് തന്നെ. ആ മന്ത്രവാദി ഇപ്പൊ ഉണർന്നിരിക്കുന്നു അമ്മയുടെ ദേഹത്തും അച്ഛൻ്റെ ദേഹത്തും. ആ അങ്ങനെ തന്നെ. എന്തായാലും ചേച്ചി ചേച്ചിയുടെ ആര് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ? ഞാൻ ആ പ്രേതമന്ത്രവാദി ഓടിക്കാൻ ഏർപ്പാട് ചെയ്ത ആള് തന്നെ എന്നോട് പറഞ്ഞത്. ആരാത്? മനുഷ്യനാണോ? അല്ല മനുഷ്യനല്ല. പിന്നെ ആരാത്? എനിക്ക് തന്നെ അറിയത്തില്ല മനുഷ്യനാണോ എന്തുവാന്ന്. ഞാൻ പറഞ്ഞതേ ഉള്ളു, അപ്പൊ തന്നെ ഓക്കേന്ന് പറഞ്ഞു. എനിക്കൊന്നും അറിയത്തില്ല. അല്ല ചേച്ചി, ആ മന്ത്രവാദി എപ്പോഴാണ് നശിപ്പിക്കുന്ന പറഞ്ഞ ഏർപ്പാട് ചെയ്ത ആള്? നാളെ രാത്രിയാ ആ പ്രേതമന്ത്രവാദിയെ നശിപ്പിച്ച് കളയുന്നത് ഞാൻ ഏർപ്പാട് ചെയ്ത ആള്. നാളെ അയാൾക്ക് പവർ വരത്തുള്ളൂ. അയാൾ പക്ഷെ മനുഷ്യനല്ലെന്ന് തോന്നുന്നു. നാളെ പൗർണമി, അതുകൊണ്ട് ഭയങ്കര ശക്തി വരുന്നതെന്ന് പറഞ്ഞ അയാള്. പക്ഷെ അയാൾ മനുഷ്യനല്ല കേട്ടോ. എന്തോന്നും എനിക്ക് അറിയത്തില്ല. പറഞ്ഞപ്പോ ഓക്കെ പറഞ്ഞുള്ള, അല്ല ഞാൻ ചോദിക്കണമെന്നൊന്നുമില്ല. അതോ എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ അകത്തൊന്നും, അതുകൊണ്ട് ഇവിടെ വന്നിരിക്കും സന്തോഷം കൊണ്ട്. ബാ മോളെ, നമുക്ക് അകത്ത് കയറി പോവാം. ഇത്ര രാത്രിയായില്ലേ. ഇനി കിടന്ന് ഇറങ്ങട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം. കാരണം എന്റെ അച്ഛനമ്മ എനിക്ക് തിരിച്ചു കിട്ടാൻ പോവാണല്ലോ ആ മന്ത്രവാദിയിൽ നിന്ന്. ഹായ്, 3 മണിയായ സമയം. ആ പ്രേതമന്ത്രവാദിയെ ഹീരേന്ദ്രൻ ഓടിക്കാൻ വേണ്ടി ഇനി കുറച്ച് മണിക്കൂറും കൂടെ ഉള്ളല്ലോ. കുറച്ചല്ല, 5 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ അങ്ങനെ പോയിരിക്കാം. മഴക്കാറുണ്ടല്ലോ. മഴക്കാറല്ല, രാത്രിയായോ? ഇപ്പൊ എത്ര സമയം? ഇപ്പൊ സമയം 4 മണിയായല്ലോ. 1 മണിക്കൂർ കൂടെ എനിക്ക് ഭയങ്കര സന്തോഷമാവുക. ഇനി പോയി കിടന്ന് കുറച്ച് നേരം ഇറങ്ങായിരുന്നു. അതാകുമ്പോ 7 മണിയെങ്കിലും ആകുമ്പോ ഞാൻ എഴുന്നേക്കുമ്പോ. ഹീരേന്ദ്രൻ ഒന്ന് വിളിച്ചാലോ? എപ്പോഴാ ആ മന്ത്രവാദി നശിപ്പിക്കുന്നു ചോദിക്കാൻ വേണ്ടിട്ട്. എന്താ മോളെ എന്നെ വിളിച്ചേ? അതുപോലെ ഹീരേന്ദ്ര, ആ പ്രേതമന്ത്രവാദി എപ്പോഴാ ഹീരേന്ദ്ര നശിപ്പിക്കാൻ പോന്നെ? അത് 10 മണിക്ക് രാത്രി 10 മണി to 12 മണി വരെ എനിക്ക് ഭയങ്കര ശക്തിയായിരിക്കും. ഇപ്പൊ സമയം എത്ര ഹീരേന്ദ്ര? ഇപ്പൊ സമയമാണെങ്കിലേ 9 മണിയായി. എന്റെ അമ്മ, ഇത്ര നേരം ഞങ്ങൾ ഉറങ്ങിയിട്ട്? ഞാൻ 4 മണിക്ക് കിടന്ന് ഉറങ്ങിയതാ. ഇപ്പൊ 9 മണിക്ക്. ഞാൻ 5 മണിക്കൂർ കിടന്ന് ഉറങ്ങി ഇത്ര നേരം. ഞാൻ പ്രേതമന്ത്രവാദി നശിപ്പിക്കാനായിട്ട് ഇനി 1 മണിക്കൂറും കൂടെ ഉള്ളു. എന്നാ ദേവ്, ഞാനാണെങ്കിൽ ആ കാട്ടിന് സൈഡിൽ പോയി നിൽക്കട്ടെ. എനിക്ക് പാറു വരുന്ന ആ സെക്കൻഡ് തന്നെ അവനെ ശരിയാക്കുന്നുണ്ട്. ശരി ഹീരേന്ദ്ര, നന്നായിട്ട് വാ. ഞാൻ ഇവിടെ നിന്ന് അവന് സിഗ്നൽ ഇട്ടു ഞാൻ ഇവിടെ ഉണ്ടെന്ന്. ഇല്ല, അവൻ്റെ അടുത്ത് പോയപ്പോഴല്ലേ കിട്ടിയത്. എനിക്ക് 10 മണിക്കല്ല പവർ വരുന്നത്. അതിനു മുമ്പേ കാരണം അവൻ എന്നെ കണ്ട എന്തെങ്കിലും എന്നെ ചെയ്യും. ചിലപ്പോൾ എന്നെ നശിപ്പിച്ചളയോ. അവൻ നശിപ്പിച്ചളയത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല അവൻ. എന്തായാലും ദേവിനായിട്ട് എന്തിനാണ് ഇവനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല. അതിനുവേണ്ടിയിട്ട് ഞാൻ 10 മണി വരെ വെയിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവനോട് തന്നെ ചോദിക്കും എന്താ ദേവിനിട്ട് ഇങ്ങനെ ശല്യം ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇപ്പോൾ സമയം എത്രയായി? 9:45.
ഹോ, ഇനി 15 മിനിറ്റ് കൂടെ ഉള്ളല്ലോ. ദേവ് ഈ സമയത്താണ് അവിടെ ഭയങ്കര സന്തോഷിച്ചിരിക്കുമായിരിക്കും. ഓ 10:50, ഇനി 10 മിനിറ്റ് കൂടെ ഉള്ളു. 10:55. ദേ ചന്ദ്രനെ കുതിച്ച് നിൽക്കുന്നു. ഓ, ഇത് കാരണം എനിക്ക് പവർ കിട്ടുന്നത്. ഓ 10 മണിയായി. ഇപ്പം മേളിൽ നിന്ന് ഒരു വെട്ടം ഇങ്ങോട്ട് താഴെ അടിച്ചു കയറും എൻ്റെ ദേഹത്തോട്ട്. അതാ വെട്ടം. ഞാൻ വരുന്നുണ്ടാ പ്രേത മന്ത്രവാദി. എന്റെ മന്ത്രം ചൊല്ലിയപ്പോ എന്റെ അടുത്ത് ഏതോ എന്നെക്കാൾ കൂടി ശക്തി വന്നിട്ടുണ്ടല്ലോ എന്റെ അമ്മേ. ദേ ഇരിക്കുന്ന ആ കള്ള പ്രേത മന്ത്രവാദി. എടാ മന്ത്രവാദി, എഴുന്നേക്കടാ. എന്റെ അമ്മ എന്നെക്കാൾ ഭയങ്കര പവറുള്ള ശക്തി ഇതല്ലേ? ഇതൊന്നും കൊച്ചു പയ്യനല്ലേ ഇത്? എടാ നീ എന്തിനാടാ ദൈവമോളെ ഇട്ടിങ്ങനെ ഉദ്രവിക്കുന്നത്? കാര്യം പറയടാ. ദൈവമോൾ അതാരാ? എടാ നിനക്കൊന്നും മനസ്സിലായില്ലേ? എടാ കള്ള പ്രേതമന്ത്രവാദി, ഞാനാണെങ്കിൽ ഇവിടെ നിന്നെ 2 പ്രാവശ്യം നോക്കിയായിരുന്നു ഇവിടെ വന്ന്. അപ്പൊ നിങ്ങളാണോ 2 ദിവസം വന്ന ശക്തി? ആടാ ഞാൻ തന്നെയാടാ. അല്ലടാ പറയടാ, നീ എന്തിനാടാ ആ ദൈവമോളെ ഇട്ട് ഉദ്രവിക്കുന്നേ? അതോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കാണാനായിട്ട്. ചുമ്മാ ഇരുന്ന് കാണുന്നൊന്നും ഇഷ്ടമില്ലല്ലോ. സത്യം എന്താടാ പറയടാ, സത്യം പറയടാ പറയൊക്കെ. നിങ്ങൾ പറയുന്ന ദേവക്കുത്തിന്റെ വീട്ടിലാണെങ്കിൽ ഞാനാണെങ്കിൽ 1983 ചെന്നായിരുന്നു. അവരെന്നെ വിളിച്ചത് പ്രേതം അടിക്കും, ഞാനൊരു മന്ത്രവാദിയാ. അങ്ങനെ എൻ്റെ ഒരു ശിഷ്യനായിട്ട് ഒരു കൂട്ടുകാരനെ വിളിച്ചെന്റെ. ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്തിരുന്നാണ് പമ്മി കുറച്ച് കള്ളങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു, കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ ഈ കാര്യം ആ ദേവിക്കൊച്ച് കേട്ട്. അല്ലടാ ബാക്കി പറയടാ, എന്താണ് രണ്ടെണ്ണം പറഞ്ഞോണ്ടിരുന്നത്? അതുകൂടെ പറ. ഞാൻ എൻ്റെ കൂട്ടുകാരനും പറഞ്ഞുകൊണ്ടിരുന്നത് ആ ദേവിക്കൊച്ചിന്റെ വീട്ടിൽ പ്രേതം കയറിയിരുന്നു. ആ സമയത്ത് എന്നെ വിളിച്ച്. അങ്ങനെ എൻ്റെ ശിഷ്യനായിട്ട് ഒരു കൂട്ടുകാരനെ ഞാൻ വിളിച്ച്. അങ്ങനെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ഒരു കള്ളക്കാര്യങ്ങളൊക്കെ. അങ്ങനെ ദേവിക്കൊച്ച് ആ കാര്യം കേട്ട്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആ വീട്ടിലെ പ്രേതത്തിനെ ഓടിച്ച് 1 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ പകുതി കൂട്ടുകാരനും പകുതി എനിക്കൊന്നും ഞങ്ങൾ രണ്ടും കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. പക്ഷെ ഞങ്ങൾ ശരിക്കും മന്ത്രമൊന്നും പഠിച്ചിട്ടുള്ള ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ഈ കാര്യം ദേവിക്കൊച്ച് കണ്ട്. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മ എടുത്ത് പറഞ്ഞു. അങ്ങനെ കൊച്ചിൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ എന്നെ തല്ലി ഓടിച്ച്, എൻ്റെ കൂട്ടുകാരനെ തല്ലി ഓടിച്ച്. എനിക്ക് 50,000 അവന് 50,000 പോയതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ദേഷ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മരിച്ചു പോയിട്ടും ഇവളെ ഇട്ടിങ്ങനെ കാണിക്കുന്നത്. ഞങ്ങൾ ശരിക്കും കള്ളമന്ത്രവാദികൾ തന്നെയായിരുന്നു. അല്ലടാ നീ ഇപ്പൊ മരിച്ചിട്ട് എത്ര വർഷമായി? ഞാനൊരു 2 വർഷമായി. അപ്പൊ നീ കള്ളമന്ത്രവാദിയായിരുന്നല്ലേടാ? അങ്ങനെ എൻ്റെ 50,000 രൂപ പോയണ്ടാ. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനത്തെ പൂജയൊക്കെ ചെയ്തിട്ട് ആ കൊച്ചിനിട്ട് അവരുടെ മൈൻഡാക്കിയിട്ട് ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ആ കൊച്ചിനെ ഓരോന്നൊക്കെ ചെയ്യുന്നത്. ഇനി ഞാനങ്ങനെ സത്യമായിട്ടും ചെയ്യത്തില്ല, എന്നെ വെറുതെ വിടണേ. നിന്നെ വിട്ടു കഴിഞ്ഞാലേ പറ്റത്തില്ലടാ. കാരണം ഞാൻ ഈ ദിവസത്തിൽ തന്നെ ഈ ലോകം വിട്ടു പോകാൻ പോവാ. അതുകൊണ്ട് നിന്നെ ഇവിടെ വെച്ചിട്ട് പോയാലേ നീ പിന്നെ ഈ പരിപാടി തന്നെ കാണിക്കും. പിന്നെ നിന്നെ കൺട്രോൾ ചെയ്യാൻ ആരും കാണത്തില്ല. അതുകൊണ്ട് നിന്നെ നശിപ്പിച്ചിട്ട് ഞാൻ പോത്തടാ. ഇപ്പൊ നീ പേടിക്കണ്ട, ആ മരത്തിന്റെ അവിടെ പോയി നിന്നേ. അതെന്തിനാ? എടാ നിന്നോടല്ലേ പോയി നിൽക്കാൻ പറയുന്നേ, കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. അയ്യോ എന്നെ ചുട്ട് കരിക്കുകയാണോ? നിനക്കിത് കണ്ണത്തൊന്നും ചുട്ട് കാരിക്കാണ്, പക്ഷെ നിന്നെ ഒന്നും ചെയ്യാല്ല. ഇതുകൊണ്ട് നിന്നെ ഇവിടെ ബന്ധിക്കുക. ഞാൻ ഇപ്പൊ വരാം, കുറച്ചേരം നീ അവിടെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നിന്നെ നശിപ്പിക്കും ഞാൻ. എന്റെ അമ്മ എന്നെ കാര്യം പോക്കാം. ദേ ഇവനാണെങ്കിൽ തീ കത്തിച്ച് വെച്ചേക്കുന്നാണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോ ദേവനായിട്ട് ആ ഒരു വഴക്ക് പറയുന്നത്. ഈ തീ അങ്ങ് നശിപ്പിച്ചേക്ക. ഇപ്പഴും ഇവന്റെ മൈൻഡ് കൺട്രോൾ ആണെന്ന് തോന്നി അത്. ഇറങ്ങിപ്പോ വെച്ച്, നിന്നെ ഇവിടെ ആർക്കും വേണ്ട, ഇറങ്ങിപ്പോ. ഞങ്ങൾക്ക് ഇനി ഒരു മോളേ ഉള്ളൂ. ആരുടെ നിന്റെ അച്ഛൻ? ഇറങ്ങി പൊടി വെച്ചേ. എന്തോ വലിയൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റതുപോലെ. എന്തോ ഒരു വലിയ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റതുപോലെ. അല്ല ദൈവമോളെ, മോളൊന്ന് പേടിച്ചിരിക്കുന്നേ. ഇതെന്ത് കാണിക്കുന്നവള്? ഇവൾക്ക് എന്തോ പറ്റി? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ. കാണാതിരുന്ന ആളെ കാണുമ്പോ ഉള്ള അതേ സന്തോഷം തന്നെ. ഇതെന്തോ പറ്റി? എന്താ മോളെ? അതെന്തിനാ ഇപ്പഴേ ഇറങ്ങുന്നേ? ഇതെന്ത് പറ്റി എല്ലാവർക്കും? അച്ഛാ അമ്മ നിങ്ങളാണെങ്കിൽ വലിയ ഉറക്കമായിരുന്നു. നിങ്ങളെ വലിയ ഉറക്കം ഉറങ്ങുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എന്റെ മോളല്ല എന്റെ അമ്മയ്ക്ക് വേറെ ആർക്കും ഇഷ്ടം? പിന്നെ എന്റെ അച്ഛനും എന്റെ മോളെ അല്ല, പിന്നെ വേറെ ആരെയും ഏറ്റവും ഇഷ്ടം? ഞങ്ങളുടെ രണ്ടാമത്തെ കൺമണിയല്ലേ. ആദ്യത്തെ കൺമണി മോളുടെ ഏട്ടൻ ഇപ്പോഴും ഇല്ലല്ലോ. അമ്മ അച്ഛനെ ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ സഹായിച്ച ഒരാളെ ഞാൻ വിളിക്കട്ടെ. ദേ ആളെത്തി, എല്ലാരും പറയുന്നോട് നോക്കിക്കേ. മോനാരാ? അതെ, ഏറ്റവും പറയിക്കുന്ന ദേവനാണ് ഞാൻ ആരാന്ന്. അമ്മ അച്ഛൻ ഇതാണെങ്കിൽ ഹീരേന്ദ്രൻ. ഹീരേന്ദ്രനോ? ഇതൊക്കെ എപ്പ കിട്ടി മോൾക്ക്? അതൊരു വലിയ കഥയാ, നമുക്ക് പിന്നെ പറയാം. ഹീരേന്ദ്ര മന്ത്രവാദി എന്തി?
മോളെ ഞാൻ ഹീരേന്ദ്രനല്ല. അപ്പൊ നിങ്ങൾ ആരാ ഹീരോന്തരൻ എന്ന് പറഞ്ഞിട്ട്? എന്നെ പറഞ്ഞ ശേഷം മനസ്സിലാത്തില്ല. എന്റെ ശരിക്കുള്ള രൂപം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. മോനെ ആദ്യം നീ? അതേ അച്ഛാ, ഞാൻ തന്നെ ഇത്. മോൻ തിരിച്ചു വന്നോ? ആ ഞാൻ വന്നു അച്ഛാ. ഞാനിനിയേ മേളോട്ട് പോവാണേ. ഒയ്യോ മോനെ പോവല്ലേ ഞങ്ങളെ ഇട്ടിച്ച്. അച്ഛാ എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. ചേട്ടാ അപ്പൊ ചേട്ടനാണോ ഇത്രയും നാൾ എന്നോട് നടന്നത്? അതേ മോളെ. ഇതാണോ പുഴയിൽ മുങ്ങി മരിച്ചേ ആദിച്ചേട്ടൻ? ആ അതെ മോളെ. മോനെ ആദ്യം നിന്നെ എത്ര നാളെ ഞങ്ങൾ കണ്ടിട്ട്. അമ്മ അമ്മ അച്ഛൻ ഞാൻ പോവാണേ. സമയം കൊറേ വൈകി. ശരിയേ. അയ്യോ മോനെ പോവല്ലേ. അയ്യോ ചേട്ടാ പോവല്ലേ. അയ്യോ മോനെ പ്ലീസ് പോവല്ലേ. അയ്യോ ചേട്ടാ ഞങ്ങൾ ഇടിച്ചു പോവല്ലേ. എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. എന്നെ മേളിൽ നിന്ന് ദൈവം വിളിക്കുക. എന്നാ എല്ലാവർക്കും ടാറ്റാ. അയ്യോ മോനെ പോവല്ലേ.